ഹലോ നമസ്കാരം. അപ്പോൾ കുറേ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിനുള്ളൊരു മറുപടി തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. വേറെ ഒന്നുമല്ല, ഇപ്പം എന്താണ് ഖത്തറിൽ പോയോ, ഖത്തറിലെത്തി, അപ്പോൾ എന്താ കുവൈത്ത് വിട്ടോ എന്നുള്ള ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പാടെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്നുള്ളത് വിചാരിച്ച്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഞാൻ മുന്നേ ഖത്തറിലുണ്ടായിരുന്നു, ഒരു 7 കൊല്ലത്തോളം ഖത്തറിലുണ്ടായിരുന്നു. ഇതേപോലെ വീട്ടിലത്തെ ഡ്രൈവറിനായിരുന്നു, ഹൗസ് ഡ്രൈവറിനായിരുന്നു. പിന്നെ നമ്മളെ ഡ്രൈവർമാരെ പറ്റിയിട്ട് അറിയാമല്ലോ, നമുക്കൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ NOC ഇല്ല എങ്കിൽ 2 കൊല്ലം കഴിയണം. പഴയ അറബി NOC തന്നിട്ടില്ല എങ്കിൽ നമുക്ക് 2 കൊല്ലം കഴിയണം, എന്നാൽ മാത്രമേ നമുക്ക് വേറൊരു വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കൊല്ലത്തോളം നാട്ടിൽ നിന്ന് NOC കിട്ടാത്ത കാരണത്താൽ നമ്മൾ NOC കിട്ടും എന്നുള്ള വിചാരം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ നിന്നത്. അവസാനം നമുക്കത് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ, നാട്ടിലത്തെ പണി കാര്യങ്ങളും അതിൽ നല്ല ഇവിടെ ഗൾഫിൽ നിന്ന ആൾക്കാർ അങ്ങനെ നിന്നിട്ട് പോകാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ തിരിച്ച് ഖത്തർക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും നമ്മളൊരു സുഹൃത്തുണ്ട്, ജനീഷ്, ഇങ്ങനെ FB വഴിയാണ് കേട്ടോ ഞങ്ങൾ പരിചയം ആയത്. ഇതേപോലെ നമ്മളെ ജോബിൻ്റെ ഗ്രൂപ്പ്, FB ആയിക്കോട്ടെ, ഏതിലും ജോബിൻ്റെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ഇന്ന പോലെ ഒരു കുവൈത്തിലേക്ക് ഒരു ഡ്രൈവർ ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞത് കേട്ട് മെസ്സേജ് കണ്ട് അവനായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇതേപോലെ ഡ്രൈവർ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡീലായത്. അത് കുവൈത്തിലേക്കുള്ള വീട്ടു വിസ, അതും ജഹറ എന്നൊരു സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ കുവൈത്തിലുള്ള ആൾക്കാരായാലും വേറെ പ്രവാസി അങ്ങനത്തെ കുവൈത്തിനെ പറ്റി അറിയുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു വീട്ടു വിസ എന്ന് പറയുമ്പോൾ ജഹറ ഭാഗത്തേക്ക് പോകണ്ട എന്നുള്ളതാണ് അഭിപ്രായം ഉണ്ടായിരുന്നത്. പിന്നെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിലത്തെ പണിയല്ലേ എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഒരു വീട്ടിലത്തെ പണി എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ. കുറേ കേട്ടുകേൾവി, കുറേ കണ്ടിട്ടുള്ള അറിവ്, പിന്നെ നമ്മൾ വീട്ടിൽ ജോലി ചെയ്തിട്ടുള്ള അറിവ്, ഇതൊക്കെ കാരണത്താലാണ് ഞാൻ എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ആകെ വേണ്ടത് എന്താ, ഒരു പണിയും വേണം, മാസം സാലറിയും കിട്ടും എന്നുള്ളത് ചോദിച്ച്. ഓക്കെയാണ്, മസൂൽ വേറൊരാളാണ്, എൻ്റെ അറബിയല്ല, മസൂൽ വേറൊരാളാണെന്നുള്ളതൊക്കെ പറഞ്ഞ് ഓക്കെ. അങ്ങനെയാണ് നമ്മൾ കുവൈത്തേക്ക് കയറിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം തിരിച്ച് ഖത്തർക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് വേറെ 2 കൊല്ലം രാജ്യം മാറി പണിയെടുത്ത്. അപ്പോൾ ആ 2.5 കൊല്ലത്തോളം നമ്മൾ കുവൈത്തിൽ നിൽക്കുകയും ചെയ്ത്. കുവൈത്തിൽ വീട് കുഴപ്പമില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, വീട് അൽഹംദുലില്ലാ കുവൈത്തിൻ്റെ വീട് ഓക്കെയാണ്. പിന്നെ ഖത്തറിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഖത്തറിൽ ക്ലിക്കായിരുന്നു, നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഖത്തറിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ തിരിച്ച് ഖത്തറിലേക്ക് കയറാം എന്നുള്ളതായിരുന്നു നമ്മളത്. അതും അത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല, എന്താ പറയുക, വീട്ടുപണി തന്നെയല്ല വേറെ പണിക്ക് കയറാമെന്നുള്ളൊരു രീതിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ ഒരു വിസ വന്ന്, അതും വീട്ടിലേക്കാണ്, കുഴപ്പമില്ലാത്ത വീട് എന്നുള്ളത് പറഞ്ഞ് നമ്മൂസൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ എന്നാൽ ശരി, ഈ കൊല്ലം പാടം അങ്ങോട്ട് വീട്ടിലേക്ക് കയറാമെന്നുള്ള രീതിയിലാണ് ഖത്തറിലേക്ക് വന്നത്. ഖത്തറിലും ഇതേപോലെ ഹൗസ് ഡ്രൈവറാണ്. കുവൈത്തിലുള്ള വീട്ടുകാരായിട്ട് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർക്ക് ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലീവ് നാട്ടിൽ നിൽക്കാൻ പറ്റൂലായിരുന്നു, കറക്റ്റ് 2 മാസത്തായിരുന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ കുവൈത്തിൽ നല്ല വീടായിരുന്നു. അതേപോലെ ഇപ്പോൾ ഖത്തറിലെത്തിയിട്ടുണ്ട്, ഖത്തറിലും ഇതേപോലെ അൽഹംദുലില്ലാ നല്ല വീട് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, അതൊക്കെ തന്നെ. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ തിരിച്ച് ഖത്തറിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഖത്തറിലുണ്ട്. അപ്പോൾ ഖത്തറിൽ ആരൊക്കെ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ അധികം നമുക്ക് മെയിൻ ഓട്ടമുള്ളത് യൂണിവേഴ്സിറ്റി, ഖത്തർ യൂണിവേഴ്സിറ്റിക്കാണുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഖത്തർ യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഹൗസ് ഡ്രൈവർമാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കാം. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കാണാൻ പരിചയപ്പെടാം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. ഇനി ഒരുപാട് പേരുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന പോലെ ആ വിസക്ക് പോയാൽ പറ്റുമോ, ഈ വിസക്ക് പോയാൽ പറ്റുമോ, ഹൗസ് ഡ്രൈവർ വിസക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതിനുള്ളതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും, അപ്പോൾ ഫോളോ ചെയ്യാനും യൂട്യൂബിലത്തെ വീഡിയോസ് ലൈക്ക്, കമൻറ്റ്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.